ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാമോജി ഫിലിം സിറ്റിൻ്റെ ഇൻട്രോ. ഇത് അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് കാണാനുള്ളതെന്ന് വെച്ചാൽ കുറേ ഗ്രീനറീസാണ്. പിന്നെ പ്ലേ ഗ്രൗണ്ട്സുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടെല്ലാം. പിന്നെ ബസ് ഇങ്ങനെ ആ ഭാഗത്തു കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളവരാണ്. പിന്നെ നമ്മൾ സ്പോട്ടിൽ ഇറക്കി. അതാണ് ഈ ഒരു ഡാൻസിങ്ങിൻ്റെ ഒരു സ്റ്റേഡിയം. കണ്ടപ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസിങ്ങിന് അവിടെ എന്തെങ്കിലും ഒരു പാർട്ടീസ് എല്ലാം ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ നമ്മളെ അവിടെ ഒരു യൂറോപ്യൻ സൈറ്റിൽ ഇറക്കി. കുറേ ബിൽഡിങ്സുകൾ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ സൈറ്റ്. പിന്നീട് കൊണ്ടുപോയത് ഒരു ജയിലിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളൊരു ജയിലാണ്. എക്സാക്ട്ലി ലൈക്ക് എന്താ പറയുക ജയിൽ പോലെ തന്നെ ഒരു ഡിഫറൻസും ഇല്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓരോ ഡമ്മീസിനെ വെച്ചിട്ടുണ്ടാവും അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ആ ജയിലിൽ ആ എല്ലാം വൈബ്രേറ്റ് ചെയ്യും. ആ ഡമ്മി വൈബ്രേറ്റ് ചെയ്യും. പിന്നെ ഒരു സൈക്കോ ഫീലിംഗ് ആയിരുന്നു അവിടെ പോയപ്പോൾ തന്നെ. അവിടെ പോയ എന്തോ ഒരു തലവേദന പോലെയായിരുന്നു എനിക്ക് ആ ഭാഗം കണ്ടപ്പോൾ. പിന്നെ നമ്മളവിടെ സൈറ്റിൽ ഇറക്കി. പിന്നെ അവിടെയുള്ള ബിൽഡിങ്സുകളെല്ലാം കാണിച്ചു. ഇത് വേറൊരു സ്പോട്ടാണ്. അങ്ങനെ ഡിഫറെൻറ്റ് സ്പോട്ടുകളാണ്. പിന്നീട് എത്തിയതാണ് ബാഹുബലി സൈറ്റിലേക്ക്. അവിടെ എത്തുമ്പോഴത്തേനും ഒരു ബാഹുബലി ഫിലിമിൻ്റെ ആ ഒരു ഇൻസ്പിരേഷൻ മൊത്തം വരുമായിരുന്നു. പിന്നെ അവിടെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ ബാഹുബലി സൈറ്റിൻ്റെ അവിടെ. എത്ര സമയം എടുത്തു നമ്മൾ ഫുൾ അവിടെ കണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഒരു ഫുൾ ഫിലിം കണ്ട ഒരു ഫീലായിരുന്നു നമുക്ക്. ആ ഓരോ മുക്കും മൂലയിലും ഒക്കെ നമുക്ക് ആ ഒരു ഫിലിമിൻ്റെ ആ ഷൂട്ടിങ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇറ്റ് ഈസ് സോ മച്ച് നൈസ്. അവിടെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നമുക്കവിടെ പോയിട്ട് കാണാനെല്ലാം. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന്